സ്റ്റെപ്പ് കാണുമ്പോ ശരിക്കും നമുക്ക് കണ്ടോ എന്തൊരു ഇറക്കം ഉണ്ടെന്ന് കണ്ടോ കാണുമ്പോ നമുക്ക് വെക്കാൻ പറ്റും. നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ കാല് വെക്കാനുള്ള പ്ലേസ്. ഇങ്ങനെയാണ് സ്റ്റെപ്പുകളൊക്കെ റൂമിലേക്ക്. അമ്മൂമ്മ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടാവും. അമ്മൂമ്മ അവിടെ അയ്യൂരിൽ മാവ് അരച്ചോണ്ടിരിക്കുകയാണ്. മാവ് അരയ്ക്കുന്നതിന് മുമ്പ് അമ്മൂമ്മ നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കുക? ഉണ്ണിയപ്പം ചുട്ടോണ്ടിരിക്കുകയാണ് അല്ലേ ലീല അമ്മൂമ്മ. അവനി അമ്മയുടെ ഫേവറേറ്റ് സാധനം അവനി അമ്മയ്ക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ അല്ല സോറി എന്റെ അമ്മൂമ്മയുടെ അമ്മയാണ്. അതായത് എന്റെ അമ്മയുടെ അമ്മൂമ്മയാണത്. സാധാരണ എന്റെ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അമ്മൂമ്മ എന്താ ചെയ്യാ ഉച്ചപ്പോ നല്ല ഉള്ളി സാമ്പാർ ഉണ്ടാക്കി. അമ്മൂമ്മയുടെ ഉള്ളി സാമ്പാർ ഫാനാണ് ഞാൻ. അതെ. ഇപ്പൊ ഇന്ന് അമ്മൂമ്മ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ണിയപ്പം തിരക്കാണ്. അപ്പൊ നമുക്ക് അമ്മൂമ്മ അടുത്ത് പോവാം. അതെ ആ ജനലടച്ചേക്കൂ, ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ AC ഒന്നും ഇല്ല കേട്ടോ, ഫാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും. അവിടെ തൊട്ടാ എന്താവും? മുടിയൊക്കെ ഇങ്ങനെ വരും. അവനിവിടെ ഏതോ പട്ടിക്കുട്ടി വന്നില്ലേ അപ്പു, ബഡ്ഡിയാ. ഓക്കെ അപ്പൊ നമുക്ക് ഈ അമ്മൂമ്മ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ വാതിലിന്റെയൊക്കെ ലോക്ക് കണ്ടോ എങ്ങനെയാണെന്ന്? സത്യം ഇതിപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ലോക്ക്, പക്ഷെ ഇങ്ങനെയല്ല. ഇത് ഭയങ്കര ഡിസൈൻ. ഇപ്പൊ ഇവിടെ ബാർബിയും ഫ്രോസനും ആണ്. ഇവിടെ തുരുമ്പ്. ഇനി ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ. സാധാരണ ഇവിടെ നമുക്ക് തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ തുറക്കണം, കൈ മുറിയാമോ? രാത്രി ആയാൽ മാത്രമേ നമ്മൾ TV കാണാറുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ഇവിടെ ആയിരുന്നു അല്ലേ? ഇവിടെ ബെഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബെഡ് മൊത്തം മാറിക്കഴിഞ്ഞു. ഇത് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ ഒരു തുളസി ചെടി ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. തുളസി തരാം. ഇതാണ് ഹാള് അല്ലേ? സോഫ. ഞാൻ അതിൽ കൂടിയാണ് ഇവിടെ പോയത്, മറ്റേ തെക്കോലയിലേക്ക് പോയത്. ഇവിടെ ഇതാണ് ലീലാമ്മയുടെ ഫോട്ടോ. ഇതാണ് ലീലാമ്മയുടെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ. ഇത് ലീലാമ്മയും മുത്തച്ഛനും കല്യാണ ഫോട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് അവരെടുത്ത ഫോട്ടോ. ലീലാമ്മയുടെ അമ്മ കണ്ടോ എന്ത് ഭംഗിയല്ലേ. അമ്മൂമ്മ കേക്കണ്ട. വിജയിന്റെ പാട്ടല്ലേ, എന്താ കുഴപ്പം? ആയിക്കോട്ടെ. ഇത് വലിയൊരു വാതിലുണ്ടായിരുന്നു, പക്ഷെ വാതിലിപ്പോ പൊളിഞ്ഞു പോയി. ഈ റൂമാണ്, ഇതൊക്കെ പൊളിഞ്ഞു പോയി. പക്ഷെ ഈ റൂമിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു, ബോള് കളിക്കായിരുന്നു അല്ലേ? കറക്റ്റ്. നമ്മുടെ തുളസി തരാം. പഴയ കാലത്ത് വീടായ ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ തുളസിത്തറ. അല്ല ഇവിടെ മണ്ണാണ്. ഇവിടെ നിന്ന് നടക്കേണ്ട മോളേന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, പണ്ടേ സിമെന്റിൽ കൂടെ നമുക്ക് നടക്കാവുന്നതാണ്. മണ്ണൊന്നും കാണാനില്ലാവില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ വേറെ ആർക്കെങ്കിലും കിട്ടുമോ ഗൈസ്? ഇവിടെ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരുന്നു. മരങ്ങളൊക്കെ കുറച്ച് വെട്ടി ക്ലീൻ ആക്കി മണ്ണൊക്കെ പോയപ്പോൾ പറയൂ മൈക്കില്ലാത്ത മണ്ണൊക്കെ പോയപ്പോൾ ഈ തുളസിയൊക്കെയാണ് ഇല്ല, ഈ റോസ് ഒക്കെ ആണെങ്കിൽ റോസിന്റെ തുളസി പാടങ്ങൾ കണ്ടോ ഗൈസ്? ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ പാടങ്ങളാണ് കേട്ടോ. പാടങ്ങളായിരുന്നു, ഇപ്പൊ വിറ്റു നമ്മള്. അമ്മൂമ്മക്ക് നോക്കാൻ വയ്യാത്തോണ്ട് വിറ്റു. അത് തെറ്റാണ് അമ്മൂമ്മ ചെയ്തത്. ഇപ്പൊ കണ്ടോ എല്ലാം എല്ലാം പോയി. എന്ത് ദൂരെ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന പാടങ്ങൾ. എന്ത് രസമല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ. പോയിട്ടുണ്ട് കോട്ടമല. ഇവിടെ ഒരു ഇതുണ്ട്, വരാന്ത. ഇവിടെയും അതുപോലെ ഇവിടെയും. ആമി ഇപ്പൊ പോകുന്ന റൂമാണ് മൂപ്പര. അവിടെ നമ്മള് പല പല വിധത്തിലുള്ള പറയാണ് അവിടെ ഉണ്ടായിരുന്നത്. കോട്ടമല സൂപ്പർ ആട്ടോ. നമുക്ക് പഴഞ്ഞ എഫക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഇത് ഞങ്ങൾ പോയപ്പോ ഒരു ഭയങ്കര നീളമുള്ള റോളില്ലേ, റോള് പോലെ ഇങ്ങനെ ഉരുണ്ട് അതിങ്ങനെ റൗണ്ട് ആയിക്കൊണ്ടിരിക്കും. അത് സത്യം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ 100 സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വെത്ത് വീഴുന്ന പോലെ തോന്നും ക്ലൗഡ്സ്. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ദ്രംശുരാസ് കളിച്ചു കേട്ടോ ഗൈസ്.
സത്യം പറഞ്ഞ അങ്ങനെയാണ്. അപ്പൊ ഞാൻ നീ ബസ് ഗോ റൗണ്ട് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലായിരുന്നു മാമിയുടെ. ഞാൻ കുറച്ച് ഇവിടെയൊക്കെ നോക്കി എന്ത് രസമാണ്. ഒരു ചായയും ഒരു ഉണ്ണിയപ്പം വെച്ചമ്മ. അപ്പൊ വൈകുന്നേരം ചായ ഉണ്ണിയപ്പം വെച്ചിരിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചായ ഉണ്ണിയപ്പം കുടിക്കണത് കാണിക്കാല്ലേ.